എൻ്റെ പേര് വസന്ത്. മേനാമ്പാറ പുതിയ കത്തീഡ്രലായിട്ട് മേനാമ്പാറ സുൽത്താൻപേട്ട കത്തീഡ്രലിൽ നിന്ന് വരണ മേനാമ്പാറാണ് ഞാൻ വരുന്നത്. ഞാൻ സാക്ഷ്യം പറയണത് എൻ്റെ മോന് വേണ്ടിയിട്ടാണ്, ഇളയ മോന് വേണ്ടിയിട്ടാണ്. എനിക്ക് 2 മക്കളാണുള്ളത്. മൂത്തവന് 5 വയസ്സും രണ്ടാമത്തിന് 11 മാസമായുള്ള സമയത്താണ് ഞാൻ മാനാസുമായിട്ട് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ ഉണ്ടായത്. ഇടയാവാൻ ഉള്ള കാരണം എൻ്റെ ഭാര്യ കുളിപ്പിച്ച ശേഷം ഇളയ മോന് 11 മാസമായിട്ടുള്ളൂ. ആ സമയത്ത് കുളിപ്പിച്ച സമയത്ത് ചെവിയിൽ വെള്ളം കയറി എന്നുള്ള സംശയം കൊണ്ട് ഇയർബഡ് എടുത്തിട്ട് ചെവി ക്ലീൻ ചെയ്യായിരുന്നു, മടിയിലൊക്കെ കിടത്തിക്കൊണ്ട്. ആ സമയത്ത് 11 മാസമുള്ള കുട്ടി അപ്പൊ കുളിപ്പിച്ച് ചെയ്യുമ്പോൾ ചെവിയിലെ വെള്ളം പോയെന്ന് ഡൗട്ട് വന്നിട്ട് അമ്മച്ചി ചെറിയ ഒരു പഞ്ഞിതെടുത്തിട്ട് അത് ചെവി ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ആ സമയത്ത് മൂത്തവന് 5 വയസ്സ് മാത്രമേ ആയുള്ളൂ. അവൻ കളിക്കണ സമയത്ത് ഓടി വന്ന് കാല് തെന്നി വീണത് അമ്മയുടെ മടിയിൽ മോൻ ചെറിയ ഇളയവനെ ചെവി ക്ലീൻ ചെയ്യുമ്പോൾ ആ ബഡ്സിൻ്റെ മുകളിലാണ് വീണത്. ആ ബഡ്സ് അടിച്ച് ഉള്ളിൽ കയറി ഇയർ ഡ്രമ്മ് പൊട്ടി ബ്ലഡ് വന്നു. ആ സമയത്ത് ഞാൻ അവിടെ ഇല്ലായിരുന്നു. ഞാൻ വന്ന് ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോയപ്പം 11 മാസം ആയത് കാരണം കൊണ്ട് നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല. ഒരു 10-12 വയസ്സ് കഴിഞ്ഞ ശേഷം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു 80% ഉറപ്പ് തരാൻ പറ്റില്ല, അതായത് ഇത് ശരിയാവുന്നുള്ളത്. പിന്നെ 11 മാസം പ്രായമായത് കൊണ്ട് പെയിൻ കില്ലറോ അതേപോലെ ആൻറ്റിബയോട്ടിക്കൊന്നും കൊടുക്കാൻ പറ്റില്ല എന്ന് തീർത്തും പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം കൂടിയും പറഞ്ഞു, ഇത് 6 മാസം ജൂൺ മാസത്തിലായിരുന്നു. അപ്പം നല്ല തണുപ്പ് കാലം, മഴ സമയമുള്ളതായിരുന്നത് കൊണ്ട് പഴുക്കാൻ പാടില്ല എന്ന് നിർബന്ധിച്ച് പറഞ്ഞിരുന്നു. ഇത് അവിടെ നിന്ന് വന്ന 3-ാമത്തെ ദിവസം പഴുപ്പ് പുറത്തേക്ക് വന്നു. അപ്പോൾ ഡോക്ടറെ അടുത്തേക്ക് പോയപ്പോൾ ഈ ആൻറ്റിബയോട്ടിക് കൊടുത്തു കഴിഞ്ഞാൽ കിഡ്നിക്ക് ലിവർക്കൊക്കെ ബാധിക്കും. 11 മാസമായിട്ടുള്ള കുട്ടിയാണ്. എന്നിട്ട് അത് ചിലപ്പോൾ എഫക്റ്റ് ചെയ്തിട്ട് അതിന് വല്ല പ്രശ്നം ഉണ്ടാകാതെ കൊണ്ട് തരില്ല എന്ന് പറഞ്ഞു. ആ സമയത്താണ് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ സെഹിയോൻ ധ്യാന കേന്ദ്രത്തിലേക്ക് പ്രാർത്ഥിക്കാൻ വന്നത്. ഇവിടെ വന്നിട്ട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ച് വട്ടയിൽ അച്ഛനോടും അതേപോലെ ഷാജു അച്ഛനോടും ഞാൻ എൻ്റെ അവസ്ഥ പറഞ്ഞ് കരഞ്ഞു. അപ്പം നീ ഇവിടെ വന്ന് സാക്ഷ്യം പറയണം പറഞ്ഞു. അപ്പം എൻ്റെ കൂട്ടുകാരനും കുട്ടിയായിട്ടാണ് വന്നത്, ചേട്ടൻ തന്നെ വന്നോ? ഞാൻ തനിച്ച വന്നു. ഇവിടെ വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ കരഞ്ഞങ്ങോട്ട് പ്രാർത്ഥിച്ചു. വട്ടാരച്ഛനെ കണ്ടു, ഷാജു അച്ഛനെ കണ്ടു, എന്നിട്ട് എല്ലാ കാര്യം പറഞ്ഞ് കരഞ്ഞങ്ങോട്ട് പ്രാർത്ഥിച്ച്. അത് മഴയ സമയമായതുകൊണ്ട് തണുപ്പ് തട്ടാൻ പാടില്ലെന്ന് ഡോക്ടർ നിർബന്ധിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ കുട്ടീനെ കൊണ്ട് വരാതെ ഞാൻ തനിച്ചാണ് വന്നത്. ഇവിടെ വന്ന് കൂട്ടുകാരൻ്റെ ഒരു സഹായത്തോടെ ഇവിടുത്തെ പ്രേക്ഷിതരായിട്ടുള്ള എൽസി ചേച്ചീനെയും കണ്ടു. അവർ പറഞ്ഞു ഇതേപോലെ ഞാൻ അച്ഛനോട് പറയാം, ഞാനും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ പഴുപ്പ് യാതൊരു മാറ്റവും അതേപടിക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡോക്ടറെ മരുന്ന് കൊടുക്കാത്ത കാരണം കൊണ്ട് ഞാൻ ചേച്ചീനെ വീണ്ടും വിളിച്ചു. ചേച്ചി ഇങ്ങനെ ഭയങ്കര പഴുപ്പാണ്, വേദന കൊണ്ട് കരയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്താൽ മതി, 33 പ്രാവശ്യം വിശ്വാസ പ്രമാണം കുട്ടിയുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുക, അപ്പോൾ വേദന പോവും, ഇതാണ് നല്ലൊരു പെയിൻ കില്ലർ എന്ന് പറഞ്ഞു. അതേപടിക്കനെ ഞാൻ അത് പ്രാർത്ഥിച്ചു. അതിന് ശേഷം എൻ്റെ മോന് വേദന വന്ന് കരഞ്ഞതായിട്ട് ഞാൻ ഓർക്കണില്ല. പ്രൈസ് ദി ലോർഡ്. അതുപോലെ ഒരു 6 മാസം കഴിഞ്ഞ് ഇവിടെ എല്ലാ വെള്ളിയാഴ്ച വരുമായിരുന്നു, വന്ന് പ്രാർത്ഥിച്ച് അച്ഛന്മാരുടെ അടുത്ത് പ്രാർത്ഥിക്കും. പിന്നെ ഡോക്ടറുടെ ഇടയ്ക്ക് കൊണ്ടുപോയി പറഞ്ഞപ്പം നിങ്ങൾ സൗണ്ട് കേൾക്കാൻ പാടില്ല, ഒരു മൊട്ടുസൂചി താഴ്ത്ത് വീഴുന്ന സൗണ്ട് പോലും കേൾക്കാതിരുന്നു കഴിഞ്ഞാൽ നല്ലത് എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ അവിടെ വന്ന് റൂമിനകത്ത് തന്നെ പുറത്ത് വിടാതെ റൂമിനകത്ത് തന്നെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അപ്പോഴും പ്രാർത്ഥിക്കായിരുന്നു, ദൈവമേ ഇതെങ്ങനെ ശരിയാവാം, അത്രയും സൗണ്ട് ഇല്ലാതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് പറഞ്ഞ്. അപ്പോൾ അവൻ്റെ ചെറിയവൻ്റെ ഹോബി എന്താണെന്ന് പറഞ്ഞാൽ പാത്രത്തിൽ എടുത്ത് താഴ്ത്തിയിടുക, മറ്റേ കയ്യിലെടുത്ത് പാത്രത്തിൽ തട്ടുക, ഇതാണ് അവൻ്റെ ഹോബി. അപ്പം ഞാൻ അതും കരഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു എല്ലാ ദൈവത്തിൽ ഇപ്പം ഇത്രയും സ്ഥിതിയായ അവസ്ഥയ്ക്ക് ഇതും ദൈവം നോക്കിക്കോളും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ഞാൻ ഇവിടെ വന്നിട്ട് പ്രാർത്ഥിച്ചു. അതേപോലെ 3-ാമത്തെ ഞായറാഴ്ച
ടൗൺ ഹാളിൽ പ്രാർത്ഥിക്കാൻ പോയി. ടൗൺ ഹാൾ ഏകദിന ശുശ്രൂഷയ്ക്കും വന്നു. അവിടെയും ഷായുച്ചനെ കണ്ട് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവിടെയും എല്ലാ ലൗഡ് സ്പീക്കറിലൊക്കെ വെച്ച് സെൻറ്ററിൽ തന്നെ നിന്ന് നല്ല സൗണ്ടോടുകൂടെ തന്നെ അവിടെ ധ്യാന കേന്ദ്രത്തിൽ നിന്നു. ദൈവം സഹായിച്ച് ഒരു കുഴപ്പമില്ലാതെ ഡിസംബർ മാസത്തിൽ ഞാൻ ചെക്കപ്പിന് പോയി. അപ്പോൾ പറഞ്ഞു ഒരു കുഴപ്പമില്ല. നോക്ക സഹോദരങ്ങളെ, കുഞ്ഞിന്റെ ചെവിയിൽ ബഡ്സ് പോയി ചെവിയുടെ ഇയർ ഡ്രം പൊട്ടി പഴുത്ത ചോരയും വന്ന് കേൾവില്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ ഈ കുടുംബം വന്ന് കർത്താവിനെ ആശ്രയിച്ചു. ഒറ്റാച്ചനെ കണ്ടു, അച്ഛന്മാരെ കണ്ടു, സഹോദരിമാരെ കണ്ടു, പ്രാർത്ഥിച്ചു, ടൗൺ ഹാളിൽ വന്ന് ശുശ്രൂഷ സംബന്ധിച്ചു. ഇപ്പൊ കുഞ്ഞിന് നല്ല കേൾവി ശക്തി ഉണ്ട്, പഴുത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല, മറ്റേതിന് കേൾവി ഉണ്ടായിരുന്ന ഡോക്ടേഴ്സ് തിരിച്ചു പറഞ്ഞ സ്ഥിതിയായിരുന്നു. ഹല്ലേലൂയ. നമ്മുടെ ദൈവമായ കർത്താവ് മാത്രമാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവൻ. ഹല്ലേലൂയ. കൈകളെടുത്ത് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും യേശു പ്രവർത്തിക്കുന്നു. യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു.